ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. കുട്ടിക്ക് വല്ലാത്ത പിരിവിരിപ്പാണ്, അടങ്ങിയിരിക്കുന്നില്ല. അവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷൻസിൽ വരുന്ന കുട്ടികളെ നമുക്ക് ADHD എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യാം. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നിയാൽ പോലും മുന്നോട്ട് പോകും തോറും ഈ കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. എന്താണ് ഇതിനുള്ള കാരണം? നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മാനസിക പ്രശ്നങ്ങളുടെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംശയിക്കുന്ന കുട്ടിക്ക് ADHD വരാനുള്ള സാധ്യതയുണ്ട്. ജനന സമയത്തുണ്ടാവുന്ന അല്ലെങ്കിൽ ജനനം കഴിഞ്ഞ ഒരു ആന്റിനേറ്റൽ പീരീഡ്, ആദ്യത്തെ ദിവസങ്ങളിൽ ആ കുട്ടിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ആ കുട്ടി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സറൗണ്ടിങ്സ്, ഇവയെല്ലാം ഈ കുട്ടിയുടെ ഇത്തരത്തിലുള്ള കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാരണമാണ്. അപ്പൊ എന്തുകൊണ്ട് ADHD ട്രീറ്റ് ചെയ്യണം എന്ന ഒരു ചോദ്യം മനസ്സിൽ വരും. ട്രീറ്റബിൾ ആണോ? ഉറപ്പായിട്ടും അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഫീൽഡ് റെക്കഗ്നൈസ് ചെയ്തിട്ട് എവിടെയാണോ ആ പോയിന്റ്സ് വെച്ചിട്ട് അവരെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത് അതിൽ നിന്ന് തന്നെ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ, അത് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. വിദഗ്ധമായ ഒരു പരിശോധന പ്ലസ് അതിന്റെ കുറെ ടെസ്റ്റുകൾ ഉണ്ട്. അവ നടത്തി കുട്ടിക്ക് ADHD ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ അത് ഏത് കാറ്റഗറിയാണ്, ഏത് ഗ്രേഡാണ് എന്ന് അസസ് ചെയ്തിട്ട് ആ അസസ്മെന്റിന് പ്രകാരം തന്നെ ആ കുട്ടിക്ക് നല്ല രീതിക്ക് ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ ADHD എന്നുള്ള കണ്ടീഷൻ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. ഇൻ ദ സെൻസ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് വളരെയേറെ ഇംപ്രൂവ് ചെയ്തെടുക്കാം.